ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി റെസിപ്പിയാണ്. ഉണ്ണിയപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പലരും പറയാറുണ്ട് അത് ഉണ്ടാക്കിയിട്ട് അത്ര ശരിയായില്ല, കുറച്ച് ഹാർഡായി എന്നൊക്കെ. ഇതുപോലെ ട്രൈ ചെയ്താലേ നിങ്ങൾക്കെല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് അത്ര പെട്ടെന്ന് കേടാവത്തുമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിത് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ശർക്കരയുടെ കളറാണ് ഉണ്ണിയപ്പത്തിനുണ്ടാവുക. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കളർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഡാർക്ക് കളർ ശർക്കര വേണമെന്നില്ല. എൻ്റെ കയ്യിൽ അതുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത്. ലൈറ്റ് കളർ ശർക്കര ആയാലും മതി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറക്കാത്ത റവയോ വറുത്ത റവയോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഉണ്ണിയപ്പത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ക്യുമിൻ സീഡ്സ് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചുക്കുപൊടി 1/2 ടീസ്പൂണാണ്. അതിനുശേഷം ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കും ഏലക്കയും പഞ്ചസാരയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം പഞ്ചസാരയും കൂടി ഇടുന്നതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരിക്കും. ഇനി വേണ്ടത് 1 കപ്പ് ശർക്കരയാണ്. ഏതാണ്ട് 250 ഗ്രാം ശർക്കര ഉണ്ടായിരിക്കും. അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് അരിച്ചതിന് ശേഷം വേണം നമ്മളുടെ ഉണ്ണിയപ്പത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അതും ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതും. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഉണ്ണിയപ്പത്തിന് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നല്ല ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കുക. അതപ്പം തന്നെ നല്ലപോലെ മിക്സ് ചെയ്യുകയും ചെയ്യുക. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. ഇതുപോലെ സ്പൂണും കൊണ്ട് എല്ലാ സൈഡിലോട്ടും ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പഴം ചേർക്കുന്നുണ്ട്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ചേർക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. മൈസൂർ പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മൈസൂർ പഴം കിട്ടിയില്ലെങ്കിൽ നോർമൽ പഴമായാലും കുഴപ്പമില്ല. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മളുടെ മാവ് ഒന്നും കൂടെ ലൂസായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം മാവ് ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൈവച്ച് മിക്സാക്കിയാലും കുഴപ്പമില്ല. ചൂടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് തന്നെ മിക്സാക്കി എടുക്കുക. ഇതേപോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. കുറച്ച് കട്ടിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൈവച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് റവ ചേർത്തത് കൊണ്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തേങ്ങാക്കൊത്ത് അരിഞ്ഞത് 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നെയ്യിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് തന്നെ ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കുക. ഞാനിതിപ്പോൾ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിൽ വറുത്തതാണെങ്കിൽ ആ നെയ്യും കൂടെ ചേർത്തങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴും ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇരിക്കുമ്പോൾ റവ കുറച്ചും കൂടെ ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയായാലും എടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ കുറച്ച് കുറവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ എണ്ണ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇത് അടിഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉൾവശം വെന്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾക്ക് തീ കൂട്ടി വയ്ക്കാം. ഒരു വശമായി കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാം മറിഞ്ഞ് കിട്ടും. അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിലും ഒട്ടിപ്പിടിക്കത്തില്ല. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിലും ഒട്ടിപ്പിടിക്കത്തില്ല. രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. അതുകൊണ്ടാണ് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുതെന്ന് പറയുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് കരിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരുപാട് സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അടുത്ത ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നൊന്ന് മറിച്ചിടുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ തീ കൂട്ടി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ ഒരുപാട് സമയം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പഴമൊക്കെ എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും റവയും നമ്മളുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ്. ശർക്കര ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റുമാണ്. ഇത് ഒരു ദിവസം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്